അപ്പൊ ഓക്കെ, നമുക്ക് തുടങ്ങാം. ഹലോ ആണോ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? താങ്ക് യു സോ മച്ച്. ഇതാണ് ഗൈസ് നമ്മൾ പറഞ്ഞ പക്രു. ഇങ്ങോട്ട് നോക്കൂ കുഞ്ഞപ്പൂ. നമ്മുടെ നാടല്ല. ഇത് മാമന്റെ മോൻ ഫുഡ് കഴിക്കുന്നു, അത് ചിറ്റേന്റെ മോൻ ഫുഡ് കഴിക്കുന്നു. മാമന്റെ മോൻ തന്നെ, മാമന്റെ മോൻ ഫുഡ് കഴിക്കുന്നു. ചിറ്റേന്റെ മോൾ, മാമന്റെ മോൻ, മാമന്റെ മോൾ, ചിറ്റേന്റെ മോൾ, എല്ലാരും ഫുഡ് കഴിക്കുന്നു. എന്നൊന്ന് വേണോന്ന് ചോദിക്ക. ഇനി എനിക്ക് വേണ്ടത്. നിങ്ങൾ എത്ര സമയം ഇറങ്ങിയിട്ട് വരുന്നില്ലേ ശരിക്കും? ആ ഡാൻസാണ്. അതുപോലെ എൻ്റെ ചേച്ചിയുടെ നയന ഡാൻസ് കൊടുക്കുന്നതാണ്. അമ്പാടി രണ്ടു പേർക്ക് ചുമ്മാ അപ്പൊ ഓക്കെ, നമുക്ക് തുടങ്ങാം. തീർച്ചയായും ചെയ്തിരിക്കും. അമ്പാടി ചേച്ചിയാണോ അതോ വിവേകേട്ടനാണോ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? അപ്പൊ രണ്ടുപേർക്കും ഓരോ പോയിന്റ്. നമുക്ക് അടുത്ത ചോദ്യം, ആർക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം? ആർക്കാണ് ഏറ്റവും കൂടുതൽ വിഷമം?
രണ്ടുപേർക്കും പോയിന്റ് ഇല്ല. ആരാണ് ഏറ്റവും കൂടുതൽ നോണ പറയാറ്? പോയിന്റ് പോയി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ആരാണ് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നത്? അപ്പൊ ഓരോ പോയിന്റ്. ഇനി അടുത്തത്, അമ്പാടി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്. അത് വിവേകായിട്ട് എന്നോട് പറയും, അമ്പാടി ചേച്ചിയും എന്നോട് പറയും. ഭാരതീയ നമുക്ക് നോക്കാം കേട്ടോ. അമ്പാടി ചേച്ചി കയറെന്ന് പറഞ്ഞ വിവേകായിട്ട് പഴഞ്ഞി. എന്നാലും ചെറിയൊരു ഇതുണ്ട്. അതൊക്കെ പോയിട്ടോ. അടുത്തത്, വിവേകയുടെ ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. ബിരിയാണിയാണ്. അയ്യോ അല്ല, മീൻകറിയും ചോറും. ആണ് പാട്ട് പാടാറുള്ളത്? ആരാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കാറുള്ളത്? അപ്പൊ ഓരോ പോയിന്റ് എടുക്കാം. ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാഷൻ സെൻസ് ഉള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ആരാണ് ഡാൻസ് കളിക്കാറ് ഏറ്റവും കൂടുതൽ? അപ്പൊ വിവേകേട്ടോട് നമുക്ക് ഡാൻസ് കളിപ്പിക്കാൻ ആവശ്യം. ആരാണ് നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് പോയിന്റ് കൊടുക്കണ്ട. അത് രണ്ടുപേരും നന്നായിട്ട് കുക്ക് ചെയ്യുമോ? അപ്പൊ ഈ ഗെയിം കഴിഞ്ഞു. രണ്ടുപേർക്ക് ഈക്വൽ പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് രണ്ടുപേരെയും വിന്നറായിട്ട് പ്രഖ്യാപിക്കാം. നമ്മൾ വിവേസിലേക്ക് ഇയർഫോൺ വെച്ച് കൊടുക്കും, നല്ലൊരു സോങ് ഇട്ട് കൊടുക്കും, എന്നിട്ടൊരു വാക്ക് നമ്മൾ അവന് പറഞ്ഞു കൊടുക്കും. ആ വാക്ക് കൃത്യമായി അഭിനയിച്ച് അമ്പാടീനെ പറയിപ്പിക്കണം. അമ്പാടി ആ വേർഡ് പറയണം അവൻ്റെ അഭിനയം കണ്ടിട്ട് കേട്ടോ. അല്ല, അവൻ്റെ ലിപ്സിങ് കണ്ടിട്ട് നീ പറയണം. ഓക്കെ. മൈക്കും പാട്ടൊരു കേക്ക്. അരിമ്പ്ര. കിഷ്കിന്ദ കണ്ടോ? തവള. തവള വട്ടം.
ദൃഷ്ടത്തിൻ്റെ കരിമാല കരിമരം